പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. മയക്കുമരുന്നിനെതിരെ കൊച്ചിയിൽ സംയുക്ത പരിശോധന. നഗരത്തിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി കൊച്ചി നഗരത്തിൽ വിപണനത്തിനായി ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം കണ്ടെത്തി റെയ്ഡ് സംഘടിപ്പിച്ചു. റെയ്ഡിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 6 പ്രതികളെ അറസ്റ്റും ചെയ്തു. 202 ഗ്രാം MDMA-യുമായി തൃപ്പൂണിത്തുറ സ്റ്റാർ ഹോംസിൽ നിന്നും തിരുവനന്തപുരം സ്വദേശി അക്ഷയ് എന്ന 29-കാരനെയും 202 ഗ്രാം MDMA-യുമായി തൃപ്പൂണിത്തുറ സ്റ്റാർ ഹോംസിൽ നിന്നും എറണാകുളം സ്വദേശി അക്ഷയ് 29, തിരുവനന്തപുരം സ്വദേശിനി രേഷ്മ 34 എന്നിവരെയും 13.27 ഗ്രാം MDMA-യുമായി കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷൻ സമീപത്ത് നിന്നും പള്ളുരുത്തി കടയഭാഗം സ്വദേശി ജിതിൻ ഡിക്രൂസ് എന്ന 32-കാരനെയും വാഴക്കാല ഭാഗത്ത് നിന്ന് തമിഴ്നാട് സ്വദേശി ശേഷാദ്രി തിരുപ്പതി 25 എന്നയാളെയും 2.62 ഗ്രാം കഞ്ചാവുമായി കലൂർ ഭാഗത്ത് നിന്നും പൂക്കാട്ടുപടി സ്വദേശി അലൻ ജോർജ് എന്ന 20-കാരനെയും 2 ഗ്രാം കഞ്ചാവുമായി കലൂർ സ്റ്റേഡിയം ഭാഗത്തു നിന്നും മലപ്പുറം സ്വദേശി വിഘ്നേഷ് VP എന്നയാളെയുമാണ് പിടികൂടിയത്. പരിശോധനയ്ക്ക് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി ജിജി, DCP ഷഹൻഷാ, നാർക്കോട്ടിക് സെൽ ACP സുനിൽകുമാർ, NCB സോണൽ ഡയറക്ടർ വേണുഗോപാൽ, NCB അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പുക്കുട്ടൻ, NCB ഇൻസ്പെക്ടർമാരായ ജോസി ഷെയ്ജു, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോബി, ഇൻസ്പെക്ടർ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.